Good morning. Okay, നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തായിരുന്നു അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ 13ാമത്തെ ചാപ്റ്റർ ആണ്. മൊഡ്യൂൾ 3-ലെ 13ാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, പേജ് നമ്പർ നിങ്ങളുടെ എത്രയാണ് നോക്കാട്ടോ. പേജ് നമ്പർ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് 139 ആണ്. ലാസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ, മൊഡ്യൂൾ 3-ലെ 13. ഓക്കെ, നെക്സ്റ്റ് ഒക്കെ എടുക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ നമ്മള് എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞേ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താ? ഒറ്റ സെന്റൻസ് നമുക്ക് എങ്ങനെ പറയാം? ഓവറോൾ മാനേജ്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ ഭരണം എന്ന് പറയുന്നത് അല്ലെ, ഓവറോൾ മാനേജ്മെന്റ്. നമുക്കറിയാം, നമ്മള് എന്താ പറയാ, നിങ്ങള് നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ 2-3 ചാപ്റ്റർ കൂടി ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, 2-3 ചാപ്റ്റർ ഇതിന്റെ കണ്ടിന്യൂസ് പോലെ വരുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഒരു ഭരണമാണ് അല്ലെ, അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുന്നത്? ഓവറോൾ മാനേജ്മെന്റ്. ഹോസ്പിറ്റലിലെ ഓവറോൾ മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ദെൻ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ നോക്കിയേ. Administer originated from the Latin word ad plus minister. Administer എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാ? ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ്? ad plus minister. ad plus minister എന്ന് പറഞ്ഞ ഒരു വേർഡ്, ആ ലാറ്റിൻ വേർഡിൽ നിന്നാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. ഇനി വാട്ട് ഇസ് ദ മീനിങ്? എന്താണ് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ അത് ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നു. ഇതാണ് ആഡ് പ്ലസ് മിനിസ്റ്റർ. എന്താണ്? ടു ടേക്ക്, ടു കെയർ ഫോർ. എന്താണ് മീനിങ്? ടു കെയർ ഫോർ, പരിപാലിക്കുന്ന ആള് അല്ലെ. ഹോസ്പിറ്റലിലെ മൊത്തം കാര്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലേ. ടെക്സ്റ്റില് പ്ലസ് ഇല്ല എന്നാണോ? കോമേറ്റാണോ കൊടുത്തേക്കുന്നത്? കോമയാണോ അവിടെ കൊടുത്തേക്കുന്നത് ടെക്സ്റ്റില്? ആഡ് അത് മാത്രമേ ഉള്ളൂ, അഡ്മിനിസ്ട്രേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ ടെക്സ്റ്റില്. അങ്ങനെ ഒരുമിച്ചാണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ, അതായത് രണ്ട് ഇത് ആഡ് പ്ലസ് മിനിസ്റ്റർ, അതായത് അഡ്മിനിസ്ട്രേറ്റർ ഒറ്റ വേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലാറ്റിൻ വേർഡ് എന്താണ് രണ്ടും കൂടി ചേർത്തിട്ട് ഒരുമിച്ചായിട്ടാണ് കൊടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ആഡ് പ്ലസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഞാനതൊന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. എന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ്. എന്താണ് മീനിങ്? ടു കെയർ ഫോർ, പരിപാലിക്കുന്ന ആള്, പരിപാലിക്കുന്നവൻ എന്നാണ്. എന്താണ് ആ അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. ഓർ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, ടു മാനേജ് അഫയേഴ്സ്. അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങള്, അവരുടെ കാര്യങ്ങള്, ആളുകളുടെ കാര്യങ്ങള് കൈകാര്യം ചെയ്യാനായിട്ട് അവരെ നോക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ആളുകളെ നോക്കുക, അവരെ പരിപാലിക്കുക എന്നുള്ള മീനിങ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത് ഓവറോൾ മാനേജ്മെന്റ് ആണ്, ഹോസ്പിറ്റലിലെ എല്ലാ കാര്യങ്ങളും പരിപാലിക്കുന്നവർ എന്നുള്ള ഒരു മീനിങ് ആണ് ലാറ്റിൻ വേർഡ്. അത് ഞാനത് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം കേട്ടോ. എന്താ ലാറ്റിൻ വേർഡിന് ഡിറൈവ് ചെയ്തേ അതിന്റെ മീനിങ് ഒന്ന് നോക്കി വെച്ചോ. ടു കെയർ ഫോർ or to look after people, to manage affairs. എന്താണ്? അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ആളുകളെ നോക്കുക. അതാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവരെ നോക്കുക, അവരെ പരിപാലിക്കുക എന്നുള്ള മീനിങ് ആണ്. Administration is the activity of groups cooperating to fulfill common goals. Herbert A. Simon
അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഇഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. എന്താണ്? ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരാളോ രണ്ടാളോ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല അവിടെ. എന്താണ്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്, ഒരു ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനമാണ്. കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്, ഒരു പൊതുവായ ലക്ഷ്യം, ഒരു കോമൺ ഗോൾസ് ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. ആര് കൊടുത്ത ഡെഫിനിഷൻ ആണ്? ഹെർബർട്ട് എ സൈമൺ. ഹെർബർട്ട് എ സൈമൺ അഡ്മിനിസ്ട്രേഷന് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണ്. അക്കോർഡിംഗ് ടു ഡാഷ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ തരാം. അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ ആക്ടിവിറ്റി ഓഫ് ദ ഗ്രൂപ്പ് ഓഫ് കോപ്പറേറ്റിംഗ് ടു ഫുൾഫിൽ കോമൺ ഗോൾസ്, അല്ലെങ്കിൽ ഡാഷ് ഇസ് ദ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ തരാം. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. എങ്ങനെ? എന്തിനു വേണ്ടിയിട്ട്? ആ ഹോസ്പിറ്റലിന്റെ ഒരു കോമൺ ഗോള്. എന്താണ് ഹോസ്പിറ്റലിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ? ഹോസ്പിറ്റലിന്റെ ഗോൾ എന്താ? എല്ലാവർക്കും നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക, അല്ലെ? അത് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പുകളുടെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി ഡിഫൈൻഡ്. ലൂതർ ഗള്ളിക്ക്. അടുത്തത് ലൂതർ ഗള്ളിക്ക് അഡ്മിനിസ്ട്രേഷന് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ ആണ്. എന്താ? ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ് ഡൺ വിത്ത് ദ ഫുൾഫിൽമെന്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഓൾറെഡി ഡിഫൈൻഡ്. അതായത് ഓൾറെഡി ഡിഫൈൻഡ്, ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. ഭരണകാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞേക്കണേ? ഇതിനകം അവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണം, ഫുൾഫിൽമെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ആണ്. അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞ എന്താണ് അവിടെ പറയുന്നത്? ഇതിനകം നേടിയെടുത്തിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോടു കൂടിയാണ് എന്താ ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് ലൂതർ ഗള്ളിക്ക് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആരാ പറഞ്ഞേക്കുന്നതെന്നുള്ളതൊന്ന് നോക്കി വെക്കാം. ഡെഫിനിഷൻ ബൈപാർട്ട് ചെയ്യണ്ട. അക്കോർഡിംഗ് ടു ഡാഷ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു, അങ്ങനെ സെന്റൻസ് ചോദിക്കാം. അല്ലെങ്കിൽ ഡാഷ് ഹാസ് ടു ഗെറ്റിംഗ് തിങ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ ചോദിക്കാം. അപ്പൊ രണ്ടും ആരൊക്കെ പറഞ്ഞേക്കുന്നതെന്നുള്ളത് നോക്കണം, ആ ഡെഫിനിഷൻ നോക്കാം കേട്ടോ. ലൂതർ ഗള്ളിക്ക് പറഞ്ഞേക്കുന്നത് എന്താണ്? ഇതിനകം നമ്മൾ നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ ഒരു പൂർത്തീകരണത്തോടു കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോക്കിയേ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്. എന്താ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? ഇസ് എ ഗവേണൻസ്. ഗവേണൻസ് ഭരണമാണ്, ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താ? ഹോസ്പിറ്റലിന്റെ ഭരണമാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടേ. Is the governance of hospital as a business. Hospital administration എന്ന് പറയുന്നത് ഒരു ബിസിനസ് എന്ന നിലയിൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. Administration is made up of many healthcare managers and executives who handle individual department. ഇനി അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? is made up of many healthcare managers and executives. ആരെല്ലാം ഉണ്ട് അവിടെ? കുറെ ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, അല്ലെ? ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്ന എക്സിക്യൂട്ടീവ്സും ഹെൽത്ത് കെയർ മാനേജേഴ്സും ഉൾപ്പെടുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. അണ്ടർലൈൻ ചെയ്തിട്ടോ. is made up of many healthcare managers. ആരാണോ? ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും അവരും കൂടി ഉൾപ്പെടുന്നതാണ് അഡ്മിനിസ്ട്രേഷൻ. They are in charge of all the administrative and the management function of the റെസ്പെക്റ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അവരുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടുള്ള മാനേജ്മെന്റ് ഫങ്ഷൻസ് അതിന്റെ ഒരു ചാർജ് അവർക്കുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ആണെന്ന് വെച്ചാൽ ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭരണപരമായ കാര്യങ്ങളിലും മാനേജ്മെന്റ് പ്രവർത്തനങ്ങളിലും എന്തുണ്ട്? അവർക്ക് ചാർജ് ഉണ്ട്. അടുത്ത കാര്യങ്ങൾ ചെയ്യുക.
ഏതാണോ കൺസേൺ ഡിപ്പാർട്ട്മെന്റ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഭരണപരമായ കാര്യങ്ങളും അവിടുത്തെ മാനേജ്മെന്റ് പ്രവർത്തനങ്ങളും എന്ത് ചെയ്യുക, അതിനുള്ള ചാർജ് ഉണ്ടാകുക കേട്ടോ. അപ്പൊ രണ്ട് സെന്റൻസും അതിൽ നോട്ട് ചെയ്തിടാം കേട്ടോ. ഹോസ്പിറ്റലിന്റെ ഭരണമാണ് അഡ്മിനിസ്ട്രേഷൻ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഇനി അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെയുണ്ടെന്നാ പറഞ്ഞേക്കുന്നേ? ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സ് ഉണ്ട്, എക്സിക്യൂട്ടീവ്സും ഉണ്ട്. ഇനി അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ്? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞില്ലേ, അവരാണ് ഇപ്പൊ ഡോക്ടർ നേഴ്സും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ നിൽക്കുന്നവരാണ്. അവർക്ക് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ടീവ് ആയിട്ടുള്ള അവരുടെ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നിൽക്കുന്നവരാരാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. അവർക്ക് എന്ന് പറഞ്ഞ ഒരു ഓവറോൾ മാനേജ്മെന്റിലാണ് ഹോസ്പിറ്റലിലെ. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ബെറ്റർ ആയി പ്രവർത്തിക്കുന്നത്, സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നതിന് പിന്നിൽ ആരാണ്? ഫസ്റ്റ് ഒന്നുകൂടി പറയാമോ? ഇതിന് മുന്ന സെന്റൻസ് ആണോ നമ്മൾ പറഞ്ഞത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ ഗവേണൻസ് ആണോ? അതാണോ പറയണ്ടേ? ഫസ്റ്റ് ഇത് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ആണോ? അത് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ഫസ്റ്റ് ഒരു മിനിറ്റ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ അത് ഒരു ഒറ്റ വേടാണ് കൊടുക്കണേലാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ അത് ഞാനതാ പറഞ്ഞൊന്ന് നോക്കിയിട്ട് ഇപ്പൊ അതിനകത്ത് രണ്ട് വേർഡ്സ് തന്നെയാണ് കാണുന്നത്. അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞത് ഡിറൈവ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ആഡ്. ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് എന്ന് പറഞ്ഞാൽ ടു വേർഡ് എന്നുള്ള ഒരു മീനിങ് ആണ്. ടു വേർഡ്. അതിന്റെ മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ സർവ്. അങ്ങനെ കാണിച്ചേക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ, അത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ടേ ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ആഡ് പ്ലസ് മിനിസ്റ്റർ, അതായത് രണ്ട് ഒരു ഇതായിട്ടാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് അത് ഒരുമിച്ച് ആണെന്നല്ലേ പറഞ്ഞത്? ഫ്രഞ്ച് ലാറ്റിൻ, ഫ്രം ലാറ്റിൻ ടു മാനേജ്. അത് കുഴപ്പമില്ല കേട്ടോ, ഒരുമിച്ച് എഴുതിയെന്ന് വെച്ചിട്ടും കുഴപ്പമില്ല. ലാറ്റിൻ അഡ്മിനിസ്റ്റർ, STRAIRE അങ്ങനെ തന്നെ കൊടുത്താൽ മതി കേട്ടോ. ആ ലാറ്റിൻ വേർഡ് അഡ്മിനിസ്റ്റർ എന്ന് തന്നെ കൊടുത്താൽ മതി. ഓക്കെ, STIARE അത് കറക്റ്റ് അല്ലേ? അതിന്റെ പേര് ടു മാനേജ് എന്നാണ്. ടു മാനേജ് എന്നാണ് കേട്ടോ. എക്സിക്യൂട്ട്, മാനേജ്, എക്സിക്യൂട്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉള്ളത് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ആഡ് എന്നും പിന്നെ അത് മിനിസ്റ്റർ എന്നും രണ്ടായിട്ടും കാണിക്കുന്നുണ്ട്. ഒരുമിച്ചും കുഴപ്പമില്ല, അങ്ങനെ കൊടുത്താൽ മതി. ഇനിയിപ്പോ നിങ്ങളുടെ ടെക്സ്റ്റിൽ പഠിക്കണ തന്നേക്കണ പോലെ തന്നെ കൊടുത്താൽ മതി. രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. ഞാനിപ്പോ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ നോക്കിയതാണ്. അതിനകത്ത് രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെ ഒരുമിച്ച് തന്നെ പഠിച്ചാൽ മതി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് നോക്കട്ടെ. എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് ഞാൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഫസ്റ്റ് സെന്റൻസിൽ നമ്മൾ പറഞ്ഞത് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡാണ്. ഏതാണ്? അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. ഒരുമിച്ചാണ് കൊടുത്തേക്കുന്നത് പറഞ്ഞു. MINISTRAIRE അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് അഡ്മിനിസ്റ്റർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തേക്കുന്നത്. അതിന്റെ മീനിങ് എന്താണ്? ടു കെയർ ഫോർ, പരിപാലിക്കുക, പരിപാലിക്കുന്നവൻ, പരിപാലിക്കുക എന്നാണ് മീനിങ്.
അല്ലെങ്കിൽ എന്താ ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ ടു മാനേജ് അഫയേഴ്സ്. അഫയേഴ്സ് എന്ന് പറഞ്ഞ കാര്യങ്ങള്, അവരുടെ കാര്യങ്ങള്, ആളുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് ഉള്ള ആളുകളെ നോക്കൽ. ആ ആളുകളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, ആളുകളെ നോക്കൽ. ടു ലുക്ക് ആഫ്റ്റർ പീപ്പിൾ, എന്തിനു വേണ്ടി? ടു മാനേജ് അഫയേഴ്സ്, അവരുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ. അപ്പൊ എന്തിനാ വെറുതെ ആളുകൾ നോക്കിക്കൊണ്ടിരുന്ന ഒന്നിനും നോക്കാനല്ലോ, എന്താ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ കിട്ടേണ്ടത്, അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുക്കണം. അപ്പൊ അങ്ങനെ അവർക്കുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ആളുകളെ നോക്കാൻ. ഓക്കെ, രണ്ട് ഇതാണ് മീനിങ് പറഞ്ഞേക്കുന്നത്. ഏതാണെങ്കിലും ശരിയാണ്. ടു കെയർ ഫോർ പരിപാലിക്കുക or to look after people to manage affairs, അവരുടെ കാര്യങ്ങള് കൈകാര്യം ചെയ്യാനായിട്ട് ആളുകളെ നോക്കാൻ. ഓക്കെ, ഇനി എന്താണ് അവിടെ രണ്ട് ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തേക്കുന്നത്. ഒന്നാമത്തെ ഹെർബർട്ട് എ സൈമൺ അഡ്മിനിസ്ട്രേഷന് കൊടുത്തേക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ്. എന്താ പറഞ്ഞേക്കുന്നത്? അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ആക്ടിവിറ്റീസ് ഓഫ് ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ്. എന്തിനു വേണ്ടി? ഒരു കോമൺ ഗോള് നേടിയെടുക്കുന്ന, ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ നേടുക. ഒരു കോമൺ ഗോള് ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടി, നേടിയെടുക്കുന്നതിന് വേണ്ടി സഹകരിക്കുന്ന ഒരു ഗ്രൂപ്പ്സ് ഓഫ് ആക്ടിവിറ്റി, ഒരു ഗ്രൂപ്പിന്റെ പ്രവർത്തനമാണ് അഡ്മിനിസ്ട്രേഷൻ. ഇനി രണ്ടാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? ലൂതർ ഗള്ളിക്ക് എന്താണ് അഡ്മിനിസ്ട്രേഷന് കൊടുത്തേക്കുന്ന ഡെഫിനിഷൻ? എന്താണ് ലൂതർ ഗള്ളിക്ക് പറഞ്ഞത്? നമുക്ക് ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ആ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങള്, അതിന്റെ പൂർത്തീകരണത്തോടു കൂടിയാണ് എന്ത് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ ഹാസ് ടു ഡു ഗെറ്റിംഗ് തിങ്സ് ഡൺ with the fulfillment of objective already defined. ഇതിനകം നിർവചിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുടെ പൂർത്തീകരണത്തോട് കൂടിയാണ് ഭരണകാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. അതാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് ലൂതർ ഗള്ളിക്ക് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് മാത്രം അത് ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം, തെറ്റില്ല. രണ്ട് കാണിക്കുന്നുണ്ട്, ഗൂഗിളിൽ നോക്കിയിട്ട് ആഡ് പ്ലസ് മിനിസ്റ്റൈർ എന്നും കാണിക്കുന്നുണ്ട്, ഒറ്റ അഡ്മിനിസ്റ്റൈർ എന്നും കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. എന്തെങ്കിലും അതിനൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞേക്കാം. ഓക്കെ, രണ്ട് ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട, ഡാഷ് ഇട്ട് നോക്കുക, അതിന് ആരാണ് പറഞ്ഞേക്കുന്നതെന്നുള്ളത് അത് നോക്കാം. ഹെർബർട്ട് എ സൈമൺ, ലൂതർ ഗള്ളി. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ എന്താണ്? ഹോസ്പിറ്റലിന്റെ ഭരണമാണ്. ഓക്കെ, ഇനി അഡ്മിനിസ്ട്രേഷനിൽ ആരൊക്കെയുണ്ട്? ഹെൽത്ത് കെയർ, ധാരാളം ഹെൽത്ത് കെയർ മാനേജേഴ്സും എക്സിക്യൂട്ടീവ്സും ഉണ്ട്. ഇനി എന്താണ്? ഇനി അവർക്കുടെ ഡ്യൂട്ടി എന്താണ്? അവരുടെ ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, അവിടുത്തെ പ്രവർത്തനങ്ങളുടെ മാനേജ്മെന്റ്, അതിനുള്ള ചാർജ് ഉണ്ട് അവർക്ക്. They are in charge of all administrative and management function. ഇനി അടുത്ത നോക്കിയേ, the duties of the administrator differ with the size and complexity of the hospital. അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. എന്തിനനുസരിച്ച്? സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച്, വലിയ ഹോസ്പിറ്റലാണോ ചെറിയ ഹോസ്പിറ്റലാണോ, ഹോസ്പിറ്റലിന്റെ സൈസ്, കോംപ്ലക്സിറ്റി, സങ്കീർണതയ്ക്ക് അനുസരിച്ച്, വലുപ്പത്തിലും സങ്കീർണതയ്ക്കും അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും അഡ്മിനിസ്ട്രേറ്റർമാരുടെ ഡ്യൂട്ടി ഒരുപോലെ ഇല്ല. അതാ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ വലിപ്പം, അതുപോലെ തന്നെ സങ്കീർണത. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. The duties of the administrator differ with the dash of the hospital, with the size and complexity of the hospital. Okay, അണ്ടർലൈൻ ചെയ്യാം. ഇനി അടുത്ത് നോക്കിയേ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ കോൺടാക്ട് ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ബോർഡ്, അതർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്. ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആരുമായിട്ട് ബന്ധമുണ്ട്? ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ആൻഡ് മെഡിക്കൽ സ്റ്റാഫ്, ഇവരൊക്കെയായിട്ട് ഒരു നല്ലൊരു സമ്പർക്കമുണ്ട്. അല്ലെങ്കിൽ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഇവരുമൊക്കെ ആയിട്ട് നല്ലൊരു റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ലൊരു അടുപ്പമുണ്ട്. ഹോസ്പിറ്റൽ ബോർഡുകൾ തമ്മില്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സുമാര്, മെഡിക്കൽ സ്റ്റാഫ് എന്നിവർ തമ്മിൽ നല്ലൊരു
ഒരു ബന്ധമുണ്ട് അവര്, നല്ലൊരു സമ്പർക്കമുണ്ട്. They organize hospital activities and prepare its overall policies. Underline ചെയ്തിട്ട് hospital administrators organize ചെയ്യാന്ന് വെച്ചാൽ എന്താ, സംഘടിപ്പിക്കുക. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് prepare its overall policies. ആ ഹോസ്പിറ്റലിലെ മൊത്തത്തിലുള്ള പോളിസികൾ തയ്യാറാക്കുക, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളെ സംഘടിപ്പിക്കുക. ഇതിനൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ്? അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അവിടെ പോയിട്ടും ചോദിക്കാം, who organize hospital activities and prepare its overall policy. ആരാണ്? Administrators. Some administrators are in charge of hiring doctors and other staff. ഇനി ചില അഡ്മിനിസ്ട്രേറ്റർമാർക്ക് എന്തിനുള്ള ചാർജ് ഉണ്ട്? ഹയറിംഗ് ഡോക്ടേഴ്സിനെ നിയമിക്കാൻ, ഹയർ ചെയ്യാൻ. ആൻഡ് അതർ സ്റ്റാഫ്, മറ്റുള്ള സ്റ്റാഫിനെയൊക്കെ നിയമിക്കാനുള്ള ഒരു ഇൻചാർജ് ഉണ്ട്. ക്യാരിങ് ഔട്ട് എംപ്ലോയി ഇവാലുവേഷൻ, സ്റ്റാഫുകളുടെ ഇവാലുവേഷൻ, അവർക്കുടെ മൂല്യനിർണ്ണയം നടപ്പിലാക്കുക. ആൻഡ് ഡയറക്റ്റ് ദ സ്റ്റാഫ് മീറ്റിംഗ്, സ്റ്റാഫ് മീറ്റിങ്ങുകൾ ഡയറക്റ്റ് ചെയ്യുക. സ്റ്റാഫ് മീറ്റിങ്ങുകൾ നയിക്കുക, ഡയറക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നയിക്കുക. അപ്പൊ ഇതൊക്കെ ആർക്കുടെ ഡ്യൂട്ടി പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ. എന്താണ്? ഡോക്ടേഴ്സിനെ അതുപോലെ സ്റ്റാഫിനെ ഒക്കെ നിയമിക്കുക, എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുക, സ്റ്റാഫ് മീറ്റിങ്ങുകൾ നയിക്കുക. 3 കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ടേ. Some administrators are in charge of hiring doctors and other staff, carrying out employees evaluation and directing staff meetings. Staff meetingുകൾ സംഘടിപ്പിക്കുക. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ അല്ലേ? 3 കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. They may also accountable for hospital public relation and fundraising program. അടുത്തത് നോക്കിയേ, they may also, അവിടെ ഉത്തരവാദിത്തം തീർന്നിട്ടില്ല. ഇനി എന്താ? അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വം ഉണ്ട്. ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷന് ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ ആൻഡ് ഫണ്ട് റൈസിംഗ് പ്രോഗ്രാം, ഹോസ്പിറ്റലുകൾക്കായി ഫണ്ടുകൾ ഉയർത്തുന്ന പ്രോഗ്രാമുകള് അതും സംഘടിപ്പിക്കാൻ പബ്ലിക് റിലേഷൻ, ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്വം കൂടി ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർമാർക്കുണ്ട്. They also be accountable for hospital public relation and fundraising program. അടുത്ത നോക്കിയേ, സിൻസ് ദ അഡ്മിനിസ്ട്രേറ്റർ ഡെവലപ്പ് പ്രോഗ്രാം ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഹോസ്പിറ്റൽ, ടീച്ചിങ് റിസർച്ച് ഹോസ്പിറ്റലുകൾക്കായിട്ടുള്ള പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാനുള്ള, പ്രോഗ്രാമുകൾ വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട്? അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. They have to keep up with latest advance in medicine. ഇനി മെഡിസിനിലെ പുതിയ കാര്യങ്ങളില്ലേ, പുതിയ മുന്നേറ്റങ്ങള് അവര് നിലനിർത്തേണ്ടതുണ്ട്, ഹോസ്പിറ്റലില് നിലനിർത്തേണ്ടതുണ്ട്. ഓരോ ടെക്നോളജി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ഹോസ്പിറ്റലും അതനുസരിച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജി കാര്യങ്ങൾ ഹോസ്പിറ്റലും ഫോളോ ചെയ്യണം. ഇപ്പൊ പണ്ടത്തെ രീതി വെച്ചോണ്ടിരുന്നാൽ പോരാ അല്ലെ. അപ്പോ ഏറ്റവും പുതിയ ടെക്നോളജീസ്, പുതിയ മുന്നേറ്റങ്ങള് അവര് നിലനിർത്തേണ്ടതുണ്ട് ഹോസ്പിറ്റലില്. അപ്പോ എന്താ പറഞ്ഞേക്കുന്നത്, ഇതെല്ലാം അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാ ഹോസ്പിറ്റലിലും അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി ഒരുപോലെയല്ല. ഹോസ്പിറ്റലിലെ വലിപ്പം സങ്കീർണതയ്ക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഇനി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായി ബന്ധമുണ്ട്? ഹോസ്പിറ്റൽ ബോർഡുകള്, മറ്റുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മെഡിക്കൽ സ്റ്റാഫ് എന്നിവരുമായിട്ട് അഡ്മിനിസ്ട്രേറ്റർക്ക് നല്ല ഒരു ബന്ധമുണ്ട്. ഇനി ഹോസ്പിറ്റലിലെ ആക്ടിവിറ്റീസ് സംഘടിപ്പിക്കുക, ഓവറോൾ പോളിസികൾ പ്രിപ്പയർ ചെയ്യുക, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അടുത്തത് ചില അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ഡോക്ടേഴ്സിനെയും മറ്റുള്ള സ്റ്റാഫിനെയൊക്കെ നിയമിക്കുക, എംപ്ലോയീസിനെ ഇവാലുവേറ്റ് ചെയ്യുക, സ്റ്റാഫ് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, അതിനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷൻ ഫണ്ട് റേസിംഗ് പ്രോഗ്രാം, അതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇനി ഹോസ്പിറ്റലുകൾക്കായിട്ട് ടീച്ചിങ് റിസർച്ച് പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാനുള്ള, വികസിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. പിന്നെ അവരപ്പൊ എന്തും കൂടി ചെയ്യണം, അവര് ഈ ഹോസ്പിറ്റലില് ഈ മെഡിസിനിലുള്ള പുതിയ ടെക്നോളജി, ലേറ്റസ്റ്റ് അഡ്വാൻസസ് ഇൻ മെഡിസിനിലുള്ള പുതിയ മുന്നേറ്റങ്ങള് അവര് ഹോസ്പിറ്റലിൽ നിലനിർത്തേണ്ടതുണ്ട്.
ക്ലിയർ ആയോ? പാരഗ്രാഫ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാട്ടെ. ഇനി larger hospital maintain several administrators and an assistant administrator managing different departments. കണ്ടോ? ഇനി വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ എന്താ, അവിടെ കുറേ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്. ഒരാളെ കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാൻ പറ്റൂല. വലിയ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ലാർജർ ഹോസ്പിറ്റൽസ് മെയിൻറ്റെയിൻ സെവറൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. ധാരാളം അഡ്മിനിസ്ട്രേറ്റർമാര്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാര് അവരൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വലിയ വലിയ ഹോസ്പിറ്റലുകൾ. മാനേജിങ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, പല ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യാൻ അവിടെ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സും ഉണ്ട്. when one administrator is in charge of ഓവറോൾ, ഒരു അഡ്മിനിസ്ട്രേറ്റർ മൊത്തത്തിൽ ഇൻചാർജ് ഉള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അവരുടെ കീഴിൽ കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടാവും. അതിലൊരു അഡ്മിനിസ്ട്രേറ്ററിനാണ് ഹോസ്പിറ്റലിലെ മൊത്തത്തില് ഒരു ഇൻചാർജ് കൊടുക്കുന്നത്. Okay, different department when one administrator is in charge overall, മൊത്തത്തിലുള്ള ഇൻചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്ററിനാണ്. In smaller hospital, ഇനി ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ one administrator may be in charge of number of department. കണ്ടോ? ഇനി ഒരു അഡ്മിനിസ്ട്രേറ്റർ തന്നെ എന്ത് ചെയ്യണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും കാര്യങ്ങൾ നോക്കണം. ചെറിയ ഹോസ്പിറ്റൽ അല്ലേ? അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ്, വൺ അഡ്മിനിസ്ട്രേറ്റർ മേ ബി ഇൻ ചാർജ് ഓഫ് നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്. പല ഒത്തിരി ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജ് ഒരു അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. ഓർ ഇവൻ ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മൊത്തം ചാർജ് ഒറ്റ അഡ്മിനിസ്ട്രേറ്ററിന്റെ കീഴിലായിരിക്കും ഇരിക്കും. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ പല ഡിപ്പാർട്ട്മെന്റുകൾക്ക് കുറെ അഡ്മിനിസ്ട്രേറ്റർമാര്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ടാവും. അതിലൊരു അഡ്മിനിസ്ട്രേറ്ററിന് ഓവറോൾ ചാർജ് കൊടുക്കും. എന്നാൽ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ഒറ്റ അഡ്മിനിസ്ട്രേറ്റർ വേണം പല ഡിപ്പാർട്ട്മെന്റുകളെ ഹാൻഡിൽ ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ മുഴുവനായിട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റർ അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, the administrator may assess the budget for this department and give a financial approval to hiring recommendations. എന്താ പറഞ്ഞേക്കുന്നേ? അപ്പൊ എന്താ പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേക്കാണ്. The administrator may assess the budget for this department. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ അസസ് ചെയ്യേണ്ടി വരും. ക്ലിനിക്കലില് അതാ പറഞ്ഞേക്കുന്നുണ്ട്. ചികിത്സാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള്, പിന്നെ ക്ലറിക്കൽ വർക്ക്, അങ്ങനെയുള്ളതൊക്കെ ചിലപ്പോ എന്താ പറയുക ഒരു ചാർജ് ചിലപ്പോ ആ ഒരു അഡ്മിനിസ്ട്രേറ്ററിനായിരിക്കും. ചെറിയ ഹോസ്പിറ്റലിലൊക്കെ ആവുമ്പോഴേ നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ വേണം എല്ലാ കാര്യങ്ങളും ഓവറോൾ ആയിട്ട് മാനേജ് ചെയ്യാന്ന് പറഞ്ഞേക്കുക. ഇനി ഫോർ എക്സാമ്പിൾ ആയിട്ട് അവിടെ പറഞ്ഞേക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ഈ ഡിപ്പാർട്ട്മെന്റ് ബഡ്ജറ്റുകൾ ചിലപ്പോ വിലയിരുത്തേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ദ അഡ്മിനിസ്ട്രേറ്റർ മേ അസസ് ദ ബഡ്ജറ്റ് ഫോർ ദിസ് ഡിപ്പാർട്ട്മെന്റ്. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അവരെന്ത് ചെയ്യണം? ആൻഡ് ഫൈനൽ അപ്രൂവല് കൊടുക്കേണ്ടി വരും. ടു ഹയറിംഗ് റെക്കമെൻഡേഷൻ, നിയമന ശുപാർശയ്ക്കായിട്ട് ഒരു ഫൈനൽ അപ്രൂവലും കൊടുക്കേണ്ടി വരും എന്നാ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഒരു ഹയറിംഗ് റെക്കമെൻഡേഷൻ, നിയമന ശുപാർശയ്ക്കായിട്ട് ഫൈനൽ അപ്രൂവലും ആ അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കേണ്ടി വരും. പിന്നെ അതുപോലെ ബഡ്ജറ്റുകള്, ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകള് വിലയിരുത്തുകയും ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് മൊത്തത്തിൽ ഓവറോൾ ആയിട്ട് ഒരാള് അത് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മൾ ആ പാരഗ്രാഫിൽ പറഞ്ഞത്. വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ കുറെ അഡ്മിനിസ്ട്രേറ്ററും ഉണ്ട്, അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർമാരും ഉണ്ട്. പിന്നെ പല കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരാളെ കൊണ്ട് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാനായിട്ട് കുറെ അഡ്മിനിസ്ട്രേറ്റർമാരും അവരുടെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്ററും ഉണ്ടാകും. എന്നാൽ അതിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററിന് മൊത്തത്തിൽ ചാർജ് അവിടെ കൊടുക്കും. എന്നാൽ ഇനി ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരൊറ്റ അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവുള്ളൂ. അദ്ദേഹം വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്.
കണ്ടോ, നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങള് അതിന്റെ മിക്ക എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ കാര്യങ്ങൾ ഒരാൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മുഴുവനും കാര്യങ്ങളും ഓർ ഇവർ ഹോസ്പിറ്റലിലെ മൊത്തം കാര്യങ്ങളും അയാൾ തന്നെ ചെയ്യേണ്ടി വരും. ഇൻ ദിസ് കേസ് ആ ഒരു ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് അവര് ബഡ്ജറ്റ് കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടി വരും, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഫൈനൽ അപ്രൂവൽ കൊടുക്കേണ്ടി വരും. എന്തിന്? ഹയറിംഗ് റെക്കമെൻഡേഷൻ, ബഡ്ജറ്റുകൾ ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അസസ് ചെയ്യേണ്ടി വരും, ഹയറിംഗ് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് നിയമന ശുപാർശയ്ക്കായിട്ട് ഫൈനൽ അപ്രൂവലും കൊടുക്കേണ്ടി വരുന്നു. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കിയാൽ എലമെന്റ്സ് എന്തൊക്കെയാണ് ഇത് നോക്കണം. ഇത് മിക്ക എക്സാമിനും ചോദിക്കാറുണ്ട്. എലമെന്റ്സ് ആദ്യം ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അവിടെ കണ്ടോ, എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ പോസ്റ്റ് ഫോർപ്പ്, അതൊരു അബ്രിവേഷൻ പോലെ കൊടുത്തേക്കുന്നതാണ്. ഓരോ ലെറ്റേഴ്സിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ ഉണ്ട്. പോസ്റ്റ് ഫോർപ്പിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? The word post form, the word S stands for. In post form O stands for. In post form B stands for. അങ്ങനെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? അവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാൻ നമുക്ക് സാധ്യതയുണ്ട് കേട്ടോ. പോസ്റ്റ് ഫോമിലെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? പി എന്ന് പറഞ്ഞാൽ എന്താ? പി സ്റ്റാൻഡ്സ് ഫോർ പ്ലാനിങ് ആണ്. എന്താണ്? പ്ലാനിങ് ആണ്. O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസിങ്, O എന്ന് പറഞ്ഞാൽ ഓർഗനൈസിങ്, S എന്ന് പറഞ്ഞാൽ സ്റ്റാഫിംഗ്, D എന്ന് പറഞ്ഞാൽ ഡയറക്റ്റിംഗ്, C എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റിംഗ്, ദെൻ O എന്ന് പറഞ്ഞാൽ ഓർഗനൈസിംഗ്, നമ്മൾ പറഞ്ഞതാണ്. R എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ്, P എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിംഗ്. അതിന്റെ ഓരോ ഡീറ്റെയിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു? ഫസ്റ്റ് ലെറ്റർ P ആണ്. P എന്തിനെ സൂചിപ്പിക്കുന്നത്? പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്ലാനിങ്. എന്താണ് പ്ലാനിങ്? നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ, പ്ലാൻ ചെയ്യാറുണ്ട്. എന്താണ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? നമ്മള് വൈകുന്നേരം നമുക്ക് സിനിമയ്ക്ക് പോകാം, നമ്മൾ പ്ലാൻ ചെയ്യാണ്. എന്താ പ്ലാനിങ്? നമ്മൾ അത് ആസൂത്രണം ചെയ്യുക. മലയാളത്തിൽ എന്താ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ആസൂത്രണം ചെയ്യാണ്. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ് അല്ലെ. നമുക്കൊരു ആഗ്രഹിച്ച ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ്. നമ്മുടെ ലക്ഷ്യം എന്താ? സിനിമയ്ക്ക് പോകണം. അപ്പൊ അതിനു വേണ്ടി ആരുടെ കൂടെ പോകണം, എപ്പോഴത്തെ ഷോയ്ക്ക് പോകണം എന്നൊക്കെ നമ്മൾ ആ ലക്ഷ്യം നേടാനായിട്ട് നമ്മൾ അതിനു വേണ്ടി ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, the planning is the process of thinking about the activity needed to gain a desired goal. ആഗ്രഹിച്ച ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന പ്രക്രിയയാണ് പ്ലാനിങ്. കിട്ടിയോ? പ്ലാനിങ് is the process of thinking. ചിന്തിക്കുകയാണ്. എന്തിനെ കുറിച്ച്? എന്തിനു വേണ്ടി? about the activity needed to gain a desired goal. ആഗ്രഹിച്ച ലക്ഷ്യം അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാനിങ്. അവിടെ ഡാഷ് ഇട്ട് വെച്ച് ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ്, അങ്ങനെ ചോദിക്കാം. തിങ്കിങ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ പ്ലാനിങ് ആണ്. നമ്മുടെ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അതേക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. It is the first and foremost activity to gain desired result. ഇത് ആദ്യത്തേതും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ആദ്യത്തേതും ഫോർമോസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട, ആദ്യത്തേതും ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനവുമാണ്. ഇതിനു വേണ്ടി ടു അറ്റൈൻ ഡിസൈർഡ് റിസൾട്ട്, ആഗ്രഹിച്ച ഒരു റിസൾട്ട് അത് നേടിയെടുക്കാനുള്ള ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ പ്രവർത്തനമാണ് പ്ലാനിങ്. That is the first and the foremost activity to attain the desired result. അതിൽ 2 സെന്റൻസേ ഉള്ളൂ. 2 സെന്റൻസും ലൈൻ ചെയ്തിടാ. ഇനി പോസ്കോപ്പിലെ പി എന്ന് പറഞ്ഞ ലെറ്റർ പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ 3 കാര്യങ്ങളും ആ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കി വെക്കാം. ക്ലിയർ അല്ലേ? ആദ്യത്തേത് പ്രധാനപ്പെട്ട പ്രവർത്തനവുമാണ്. എന്തിനു വേണ്ടി? ടു അറ്റൈൻ, നേടിയെടുക്കാൻ. എന്ത് നേടിയെടുക്കാൻ? ഡിസൈർഡ് റിസൾട്ട്, ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കാനുള്ള ആദ്യത്തേതും പ്രധാനപ്പെട്ട പ്രവർത്തനവുമാണ്. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെയാണ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ?
എന്താണ് ഓർഗനൈസിങ്? സംഘടിപ്പിക്കുക. എന്താണ്? സംഘടിപ്പിക്കുക. ഓർഗനൈസിങ് കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ് ആൻഡ് അലോക്കേറ്റിംഗ് a firm's resources in order to execute its plan. Underline ചെയ്തിട്ടേ. ഓർഗനൈസിങ് സംഘടിപ്പിക്കുക. കൺസിസ്റ്റ് ഓഫ് കോർഡിനേറ്റിംഗ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകോപിപ്പിക്കുക. ഏകോപിപ്പിക്കുക. ആൻഡ് അലോക്കേറ്റിംഗ് അനുവദിക്കുക. എന്തിനു വേണ്ടിയാണ്? ഫേംസ് റിസോഴ്സ് in order to execute its plan. അപ്പൊ സ്ഥാപനത്തിന്റെ പ്ലാൻ, അതിന്റെ പദ്ധതികള് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ആ പദ്ധതികള് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാപനത്തിന്റെ റിസോഴ്സുകള് അതിനെ ഏകോപിപ്പിക്കുന്നതും അതിനെ അനുവദിക്കുന്നതുമായിട്ടുള്ള അനുവദിക്കുകയും ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഓർഗനൈസിങ്. അതിനു വേണ്ടി കാര്യങ്ങൾ സംഘടിപ്പിക്കണം. നമ്മൾ സിനിമ കാണാൻ പോണെന്ന് ആദ്യം പ്ലാൻ ചെയ്തു വെച്ചു. ഇനി അതിനു വേണ്ടി കാര്യങ്ങൾ സംഘടിപ്പിക്കണം. എന്തൊക്കെ വേണം? നമുക്ക് കൂടെ പോണെങ്കിൽ ഒരു ഫ്രണ്ടിനെ നമ്മൾ സംഘടിപ്പിക്കണം. ആ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ നമ്മൾ സംഘടിപ്പിക്കണം. ഇനി പോകാനുള്ള വണ്ടി സംഘടിപ്പിക്കണം. അതൊക്കെ നമ്മൾ ഓർഗനൈസ് ചെയ്യാണ്, സംഘടിപ്പിക്കുന്നു. ഇവിടെ എന്താ? ആ ഒരു പ്ലാൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ റിസോഴ്സുകള് അതിനെ ഏകോപിപ്പിക്കുകയും അതിനെ അനുവദിക്കുക, അലോക്കേറ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നത്. ക്ലിയറായോ? രണ്ടാമത്തെ ഓർഗനൈസിംഗ് എന്താണെന്നുള്ളത്? സംഘടിപ്പിക്കുക. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ആ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അതിന് വേണ്ട റിസോഴ്സുകൾ സംഘടിപ്പിക്കുന്നു, അതിനെ ഏകോപിപ്പിക്കുന്നു. ഇനി അത് നോക്കിയേ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് എന്തൊക്കെയാ വരിക? ഓർഗനൈസിംഗിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? ഡെവലപ്പിംഗ് എ സ്ട്രക്ചർ ഫോർ പീപ്പിൾ, പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. അതിനകത്ത് എന്തൊക്കെയാ? പല ആളുകള്, പൊസിഷൻസ്, ഡിപ്പാർട്ട്മെന്റുകള്, അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കാണ് ഒരു ഘടന, ഒരു സ്ട്രക്ചർ വികസിപ്പിക്കുന്നത് ഇതില് ഉൾപ്പെടുന്നു. ഡെവലപ്പിംഗ് സ്ട്രക്ചർ, സ്ട്രക്ചർ നമ്മൾ എന്ത് തോന്നിയ രീതിയിലുള്ള നമ്മളത് അടുപ്പിച്ചിട്ടാണെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഫ്രെയിം ചെയ്യണം. എന്തിനു വേണ്ടി? ഫോർ പീപ്പിൾ, പൊസിഷൻ, ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ആക്ടിവിറ്റീസ് വിത്തിൻ ദ ഫേം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി. ഓക്കെ, consists of coordinating, allocating a firm's resource in order to execute its plan. First sentence underline ചെയ്യാം. ഇനി അടുത്തതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പോസ്കോപ്പിലെ ലെറ്റർ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? സ്റ്റാഫിങ്ങിനെയാണ്. സ്റ്റാഫിംഗ് is the process of finding the right worker with the appropriate qualification or experience and recruit them to fill a job position or role. എന്താ പറഞ്ഞേക്കുന്നതൊക്കെ? സ്റ്റാഫിംഗ്. Staffing is the process of finding, കണ്ടെത്തുകയാണ്. എന്താ? റൈറ്റ് വർക്കർ, ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സ്. with the appropriate qualification of experience. അനുയോജ്യമായ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളത് അല്ലെ? ആൻഡ് റിക്രൂട്ടിങ്, അവരെ റിക്രൂട്ട് ചെയ്യാണ്. ടു ഫിൽ എ ജോബ് പൊസിഷൻ ഓർ റോൾ. ആ റോള് അല്ലെങ്കിൽ ജോബ് പൊസിഷൻ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ശരിയായിട്ടുള്ള വർക്കേഴ്സ്. എങ്ങനെയുള്ള വർക്കറാ? അതിന് വേണ്ട ഏത് പൊസിഷനാണോ ആ പൊസിഷനിലേക്ക് വേണ്ട കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള, എക്സ്പീരിയൻസ് ഉള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഉചിതമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, യോഗ്യതകളോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഉള്ള ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തി ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു റോള് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ റോള് എടുത്തതിന് വേണ്ടിയിട്ട് അവരെ റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനം, നിയമന പ്രക്രിയ, റിക്രൂട്ട് ചെയ്യുന്ന പ്രവർത്തനം, അതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാഫിംഗ് ആ റൈറ്റ് വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്. ക്ലിയർ അല്ലേ? സ്റ്റാഫിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കേഴ്സ്. അപ്പൊ അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം. ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ റൈറ്റ് വർക്കേഴ്സ്. അത്രയും തന്നെ കാണുമ്പോ എഴുതാലോ അല്ലെ? ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് സ്റ്റാഫിംഗ്. ആ ഏതാണ് ജോബ് വേക്കൻസി അല്ലെങ്കിൽ ജോബ് പൊസിഷൻ, അത് ഫില്ല് ചെയ്യാൻ വേണ്ടി, അത് ഫില്ല് ചെയ്യാൻ വേണ്ടി, ആ ജോബ് വേക്കൻസി ഫിൽ ചെയ്യാൻ വേണ്ടി അത് കറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ള, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ സ്റ്റാഫിംഗ്? ഓക്കെ,
ആരെങ്കിലും കൊണ്ടുവന്നിരുത്തിയാൽ പോരാ. കറക്റ്റ് ക്വാളിഫിക്കേഷൻ, നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളെ കണ്ടെത്തുന്നു. അതാണ് സ്റ്റാഫിംഗ്. 2 ക്വസ്റ്റ്യൻ കണ്ടിട്ടോ. എസ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് എന്ന് പറഞ്ഞ ആ സെന്റൻസ് നോട്ട് ചെയ്തിട്ടോ. അടുത്തതാണ് ഡയറക്റ്റിംഗ്. ഫസ്റ്റ് കോഡിലെ അടുത്ത ലെറ്റർ ഡി എന്തിനാ? ഡി സ്റ്റാൻഡ്സ് ഫോർ ഡയറക്റ്റിംഗ്. ഡയറക്റ്റ് ചെയ്യുക. Directing is a process which the managers direct, guide and oversees the performance of workers to attain goals already determined. ഇതിനകം നിർണയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ അത് കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സ്മാര് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, ഓവർസീസ് മേൽനോട്ടം വഹിക്കുന്നു. എന്തിനെ? ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ മേൽനോട്ടം വഹിക്കുന്നു, ഗൈഡ് ചെയ്യുന്നു, അവരെ കറക്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് ഡയറക്റ്റിംഗ്. അതും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേഗം എഴുതാം. Dash is the process which the managers direct. അങ്ങനെ തന്നെ കാണുമ്പോൾ അറിയാലോ ഏതാ? ഡയറക്റ്റിംഗ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ. Directing. Directing should be the heart of the management process. ഒരു മാനേജ്മെന്റ് പ്രക്രിയയുടെ ഹൃദയം എന്ന് പറയുന്നത് ഏതാണ്? ഡയറക്റ്റിംഗ് ആണ്. അല്ലെ? ശരിയായിട്ടുള്ള ഒരു മേൽനോട്ടം വേണം അവരെ. അല്ലെ? വർക്കേഴ്സിന്റെ അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? അവരെ മേൽനോട്ടം വഹിക്കുക, അവരെ കറക്റ്റ് ഗൈഡ് ചെയ്യുക, അവരെ ഡയറക്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് പ്രോസസ്സിന്റെ എന്താണ് ഹാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ് ആണ്. ആ സെന്റൻസും കൂടി അണ്ടർലൈൻ ചെയ്തിടാം. അതില് 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തിടാം. ഡാഷ് ഷുഡ് ബി ദ ഹാർട്ട് ഓഫ് ദ മാനേജ്മെന്റ് പ്രോസസ്. ഓക്കെ, ഡയറക്റ്റിംഗ്. 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്തില്ലേ? ഓക്കെ, ഇനി അടുത്തതാണ് കോർഡിനേറ്റിംഗ്. കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോർഡിനേഷൻ എന്ന് വെച്ചാൽ കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഏകോപിപ്പിക്കുക. കോർഡിനേഷൻ ഇസ് ദ യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ. കോർഡിനേഷൻ ഈസ് ദ യൂണിഫിക്കേഷൻ, ഏകീകരണം. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏകീകരണം. ഇന്റഗ്രേഷൻ സംയോജനം. ഏകീകരണം, സംയോജനം. സിൻക്രോണൈസേഷൻ എന്ന് വെച്ചാൽ സമന്വയം. ഏകീകരണം, സംയോജനം, സമന്വയം. Of the efforts of group members as to give unity of action in the pursuit of a common goals. പൊതുവായ ലക്ഷ്യങ്ങള് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് pursuit of common goals. പൊതുവായ ലക്ഷ്യങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് ആ പ്രവർത്തനങ്ങളുടെ ഐക്യം നിലനിർത്തുന്നതിനായി ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ശ്രമങ്ങളുടെ ഏകീകരണം, സംയോജനം, സമന്വയം. അതാണ് കോർഡിനേഷൻ. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പൊതുവായ ലക്ഷ്യങ്ങള് നേടുന്നതിനായിട്ട്, അതായത് പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനത്തിന്റെ ഒരു ഐക്യം, യുണൈറ്റി, ആ ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഏകീകരണം, സംയോജനം, സമന്വയം. അതാണ് കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക, അല്ലെ? എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക, ഒരുമിച്ചാക്കുക, സമന്വയിപ്പിക്കുക. ഇതിന്റെ ഏകീകരണം, സംയോജനം, സമന്വയം. അതാണ് കോർഡിനേഷൻ. അടുത്ത നോക്കിയേ, റിപ്പോർട്ടിംഗ്. Reporting means the formal system whereby the relevant needed information is furnished to the management with the help of reports continuously. ഇനി റിപ്പോർട്ട് നമ്മളോട് റിപ്പോർട്ട് കൊടുക്കാൻ പറയും. ആഴ്ചയിലോ മന്ത്ലി ഒക്കെ നമ്മളോട് റിപ്പോർട്ട് കൊടുക്കാൻ പറയും. എന്താ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? മാനേജ്മെന്റിന് അവിടുത്തെ കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്തിന്റെ സഹായത്തോടു കൂടിയാ? റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടിയാണ്, അല്ലെ? ആ റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി അതിനകത്തുള്ള ഇൻഫർമേഷൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ എന്താ പറയാ, ആ കാര്യങ്ങൾ അവര് അസസ് ചെയ്യുന്നത്, അല്ലെ? റിപ്പോർട്ടിംഗ്. ഫർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ സജ്ജീകരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ.
തുടർച്ചയായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് പ്രശസ്തമായിട്ടുള്ള അവർക്കുടെ ആവശ്യങ്ങൾ, വിവരങ്ങൾ അവർക്ക് വേണ്ടി, മാനേജ്മെന്റിന് വേണ്ടി ആ ഹോസ്പിറ്റലിനെ സംബന്ധിക്കുന്ന വിവരങ്ങള് നൽകുന്ന ഒരു ഔപചാരികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഏതെന്ന് പറയുന്നത്, റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫോർമൽ സിസ്റ്റം. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഔപചാരികമായിട്ടുള്ളതാണ് അല്ലേ? നമ്മുടെ ലീഗലി നമ്മൾ കറക്റ്റ് റെക്കോർഡ് കാര്യങ്ങളൊക്കെ വേണം. ഒരു ഫോർമൽ സിസ്റ്റം ആണ്. എന്ത് മാനേജ്മെന്റിന് എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ? റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തില് നമ്മുടെ ഹെഡ് ആയിട്ടുള്ളവർക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയും. എന്താ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള വിവരങ്ങള് നമ്മുടെ ഫോർമൽ സിസ്റ്റം അല്ലേ, അത് ഫോർമലായിട്ട് കൊടുക്കുന്നതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. It is furnished to management with the help of reports continuously. തുടർച്ചയായിട്ടുള്ള റിപ്പോർട്ടുകളുടെ സഹായത്തോടു കൂടി മാനേജ്മെന്റിന് പ്രശസ്തമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങള് അത് നൽകുന്ന, അവരുടെ വേണ്ടിയിട്ടുള്ള വിവരങ്ങള് നൽകുന്ന ഒരു ഔപചാരികമായുള്ള സംവിധാനമാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. Thus, report is the essence of any management reporting system. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ, ഡാഷ് മീൻസ് ഓഫ് ഫോർമൽ സിസ്റ്റം എന്നുള്ളത്. ഇനി അതുകൊണ്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞത് ഏതാണ്? ഇസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഒരു മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഒരു എസൻസ് ആണ് ഇത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇസ് ദ എസൻസ് ഓഫ് എനി മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. റിപ്പോർട്ട് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. പെർഫോമൻസ് ചെക്ക് ചെയ്യുക, അതാണ് റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. പെർഫോമൻസ് പ്രകടനം എത്രത്തോളം ഉണ്ട് അത് ചെക്ക് ചെയ്യുക. റിപ്പോർട്ട്സ് പ്രൊവൈഡ് ദ മീൻസ് ഓഫ് ചെക്കിംഗ് ദ പെർഫോമൻസ്. ആ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു മാർഗം റിപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റിപ്പോർട്ടിലൂടെ നൽകുന്നു. Provide the means of checking the performance. ഇനി ലാസ്റ്റത്തെയാണ് പോസ്കോബിലെ ബി എന്ന് പറഞ്ഞ ലെറ്റർ എങ്ങനെ സൂചിപ്പിക്കുന്നു? ബഡ്ജറ്റിങ്ങിനെ സൂചിപ്പിക്കുന്നു. ബഡ്ജറ്റിംഗ്. Budgeting is the process of designing a plan to spend money. ആ പണം ചെലവഴിക്കുന്നതിനെയാണ് അല്ലെ, പണം ചെലവഴിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്ന പ്രക്രിയയാണ് ബഡ്ജറ്റിംഗ്. Is the process of designing a plan to spend money. ഇതാണ് ബഡ്ജറ്റിംഗ്. നമ്മൾ ഓരോന്നിനും ബഡ്ജറ്റ് ഇടാറില്ലേ? നമ്മൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾക്ക് ബഡ്ജറ്റ് ഇടാറില്ലേ? അല്ലെ? നമുക്ക് മന്ത്ലി ഇൻകം ഇത്രയാണ്, നമ്മൾ അതിന് ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്ക് നമ്മളൊരു ബഡ്ജറ്റ് ആക്കി വെക്കും. നമ്മുടെ അല്ലെ വീട്ടിലെ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള അത് ബഡ്ജറ്റ് അല്ലെ ഓരോന്നിനും നമ്മൾ ചെയ്യാണ്. അതായത് നമ്മൾ തോന്നിയ രീതിയിലാണോ നമ്മുടെ വീട്ടിലാണെങ്കിലും പൈസ ചെലവാക്കുന്നത്? നമ്മുടെ വരുമാനം അറിഞ്ഞു വേണ്ടേ നമ്മൾ ചെലവ് ചെയ്യാനായിട്ട്? അപ്പൊ ആ പൈസ എങ്ങനെ ചെലവഴിക്കണം അതിനൊരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നു. അതാണ് ബഡ്ജറ്റിംഗ്. ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ. എന്തിനു വേണ്ടിയാ? ടു സ്പെൻഡ് മണി. ആ പൈസ ചെലവാക്കാൻ വേണ്ടി നമ്മൾ ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നു. അതാണ് ബഡ്ജറ്റിംഗ്. നിങ്ങൾ ബഡ്ജറ്റ് ഇടാറില്ലേ ഓരോന്നിനും? ഷോപ്പിങ്ങിന് ഇത്ര സാധനങ്ങൾ, ഇത്ര രൂപ ബഡ്ജറ്റ് മന്ത്ലി നമ്മുടെ വരുമാനത്തിൽ നിന്ന് നമ്മൾ ഓരോന്നിനും ഒരു ബഡ്ജറ്റ് ഇടാറില്ലേ? അതെയോ നമ്മള് ചുമ്മാ തോന്നിയ രീതിയിൽ തന്നെ ചെലവാക്കി പോവാണോ ചെയ്യണേ? ഓരോന്നിനും നമ്മൾ ചെറിയ ചെറിയ ബഡ്ജറ്റ് ഇട്ട് വെക്കും. അപ്പൊ നമുക്ക് എന്താണ്, അതിന്റെ ഉള്ളിൽ നമുക്ക് ആ മന്ത്ലി നമുക്ക് കിട്ടുന്ന സാലറി അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. നിങ്ങളൊക്കെ നല്ലൊരു വീട്ടമ്മമാരൊക്കെ അല്ലേ? പൈസയൊക്കെ നല്ല സേഫ് ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്? അത് തോന്നിയ രീതിയിൽ അങ്ങനെ ചെലവാക്കുവാണോ? ഹസ്ബൻഡ് കുറച്ച് കാശ് കൊണ്ടുവന്ന് വെക്കാം, ആ കാശ് മുഴുവനും ഓരോ വഴിക്ക് വിടുകയാണോ? അല്ലല്ലോ. പ്രിയൊക്കെ ഇവിടെ തമ്മിട്ടുന്നുണ്ട് അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? അത് നമ്മുടെ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ. ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യാണ്. എന്തിനു വേണ്ടി? ടു സ്പെൻഡ് മണി. ഓക്കെ, ഒന്ന് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ദി സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. സ്പെൻഡിങ് പ്ലാനെയാണ് എന്തെന്ന് പറയുന്നത്? ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഒരു ബഡ്ജറ്റ് ഇടുക. Making the spending plan allow you to decide in advance whether you will have enough money to do things you require to do or would like to do.
എന്താ ഇനി നമ്മൾ ആ ഒരു സ്പെൻഡിങ് പ്ലാൻ ആണ് എന്ന് പറയുന്ന ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ ബഡ്ജറ്റ് എന്ന് പറഞ്ഞേക്കണ നമ്മൾ ചെയ്യേണ്ടതോ നമ്മൾ അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങള് അതിന് വേണ്ടത്ര പണം ഉണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് ഈ ബഡ്ജറ്റിംഗ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അല്ലെ, നമ്മളൊരു ബഡ്ജറ്റ് ഇടും, 1000 രൂപയുടെ ബഡ്ജറ്റ്, അപ്പൊ നമുക്ക് ആ പൈസ ഉണ്ടോ മുൻകൂട്ടി നമുക്ക് തീരുമാനിക്കാനായിട്ട്. നമ്മളൊരു ടൂർ പോവാണ്, ബഡ്ജറ്റ് എത്രയാന്ന് പറയുകയാണ് അല്ലെ, അതെന്താ മുൻകൂട്ടി നമ്മളുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ എന്നുള്ളതും കൂടി നോക്കാനുള്ള ഒരു ഇതും കൂടിയാണ് പറഞ്ഞേക്കുന്നത്. മേക്കിംഗ് ദിസ് സ്പെൻഡിങ് പ്ലാൻ, ആ സ്പെൻഡിങ് പ്ലാൻ ഉണ്ടാക്കുന്നത് അനുവദിക്കുന്നു. അലോ യു ടു ഡിസൈഡ്, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി ഡിസൈഡ് ചെയ്യാൻ വെദർ യു വിൽ ഹാവ് ഇനഫ് മണി, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടോ എന്ന് മുൻകൂട്ടി തീരുമാനിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. Then budgeting is merely balancing the expense with income. നമ്മൾ എന്താ വരുമാനത്തെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തെ നമ്മുടെ വരുമാനവുമായിട്ട് ബാലൻസ് ചെയ്യുക ചെയ്യുന്നത്. അതല്ലേ നമ്മളൊരു ബഡ്ജറ്റ് ഇടുന്നത്, അല്ലെങ്കിൽ നമ്മൾ തോന്നിയ രീതിയിലായിപ്പോ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് മേർലി ബാലൻസിങ് എക്സ്പെൻസ് വിത്ത് ഇൻകം. എക്സ്പെൻസിനെ നമ്മള് ഇൻകം, നമ്മുടെ വരുമാനം ചെലവ്, അതിന് ബാലൻസ് ചെയ്യാനേ ഇത്ര രൂപ ഒരു ബഡ്ജറ്റ് ഇട്ട് വെച്ച് നമ്മൾ അതിന്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുന്ന രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ വരുമാനം എത്രയാണോ നമ്മുടെ ചെലവ് എത്രയാണോ അതിനെ ബാലൻസ് ചെയ്യാണ് എന്ന് പറയില്ലേ. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമുക്ക് ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. കടമൊക്കെ മേടിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ വരുമാനത്തെ ചെലവുമായിട്ട് ബാലൻസ് ചെയ്യാണ് ബഡ്ജറ്റിംഗ്. ഓക്കെ, ഇതിനകത്ത് 2 സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ, ദ സ്പെൻഡിങ് പ്ലാൻ ഈസ് കോൾഡ് ബഡ്ജറ്റ്. ഓക്കെ, കാര്യങ്ങൾ നോക്കിയിരിക്കുക. ഇതാണ് പോസ്കോപ്പിലെ ഓരോ ലെറ്റേഴ്സും പറയുന്നത്. വായിച്ച മനസ്സിലാവില്ലേ ഒന്നുകൂടി ഒന്ന്? പ്ലാനിങ് എന്താണ്, ഓർഗനൈസിങ് സംഘടിപ്പിക്കുക, സ്റ്റാഫിംഗ് എന്താണ്, ശരിയായിട്ടുള്ള വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രക്രിയ. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവര് എന്താണ് ആ പെർഫോമൻസിനെ പ്രകടനത്തെ ഡയറക്റ്റിംഗ് ഒന്നുകൂടി പറയണം. ഓക്കെ, ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജർമാരെ ഡയറക്റ്റ് ചെയ്യാ, അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാണ്, അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയാണ്. എന്ത്? വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ നമ്മൾ ഡയറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറയാം ഇന്ന രീതി ചെയ്യുക, അതുപോലെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുന്ന ഒരു അവർക്കൊരു മേൽനോട്ടല്ലേ, ഒരു ഡയറക്ഷൻ, ഒരു വഴികാട്ടി, അവരൊരു ഡയറക്റ്റ് ചെയ്യാണ്. വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ to attain goals already determined, ഇതിനകം നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി, അതായത് വർക്കേഴ്സിന്റെ പെർഫോമൻസിനെ എന്ത് ചെയ്യുന്നു? അവര് ഡയറക്റ്റ് ചെയ്യുന്നു, ഗൈഡ് ചെയ്യുന്നു, മേൽനോട്ടം വഹിക്കുന്നു. അതാണ് ഡയറക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക, അതാണ് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. യൂണിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താ? സംയോജനം. യൂണിഫിക്കേഷൻ ഏകീകരണം, ഇന്റഗ്രേഷൻ സംയോജനം, സിൻക്രോണൈസേഷൻ എന്ന് പറഞ്ഞാൽ സമന്വയം. ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ എഫേർട്സ്, അതിന്റെ ഒരു ഏകോപനം, സംയോജനം, സമന്വയം, അതിനെയാണ് ഇതെന്ന് പറയുന്നത് കോർഡിനേഷൻ. നമുക്കൊരു പ്രവർത്തനം നടക്കുന്ന എല്ലാവരും തമ്മിൽ ഒരു കോർഡിനേഷൻ വേണ്ടേ? ഒരു കാര്യം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു, അതെന്താ? എല്ലാവരും തമ്മില് അതിനെ കറക്റ്റ് ആയിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ? ഓരോരുത്തരും തോന്നിയ രീതിക്ക് ആകാൻ പറ്റില്ല. ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ആ ഒരു പൊതുവായ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി പെർസ്യൂട്ട് ചെയ്യാം. പൊതുവായ ഒരു ലക്ഷ്യം നമുക്ക് നേടാനായിട്ട്, അതല്ലെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട്, അതിന് വേണ്ടിയിട്ടുള്ള ആ ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ പ്രവർത്തനങ്ങൾ, അതിന്റെ ഏകീകരണം, സംയോജനം, സമന്വയം, അതാണ് കോർഡിനേഷൻ. പിന്നെ റിപ്പോർട്ട് അറിയാലോ, മാനേജ്മെന്റിന് അവർക്ക് വേണ്ട കാര്യങ്ങള് അതേക്കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, ഫോർമൽ സിസ്റ്റം ആണ് അത്, ഫോർമൽ ആയിട്ട് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. അതാണ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പൈസ തോന്നിയ രീതിയിൽ ചിലവാക്കി, ആ പൈസ നമ്മൾ ചിലവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു പ്ലാൻ, ഒരു പദ്ധതി രൂപീകരിക്കുന്നതാണ്. അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്.
ഓക്കെ, ഒന്ന് വായിച്ചു വെക്കുക. അതിനകത്ത് എല്ലാ ആ സെന്റൻസുകൾ, ഫസ്റ്റ് സെന്റൻസുകൾ ഡാഷ് ഇട്ട് തന്നെ കേട്ടോ. അപ്പൊ അത് ഏതാന്ന് ചോദിക്കാം. അപ്പൊ ഇത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈനിങ് എ പ്ലാൻ ടു സ്പെൻഡ് മണി. എന്തെന്ന് നമ്മൾ എഴുതും? ബഡ്ജറ്റിംഗ്, അവിടെ റിപ്പോർട്ടിംഗ്, കോർഡിനേറ്റിംഗ്, ഡയറക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓപ്ഷൻസ് മാറി മാറി ചോദിക്കാം. അപ്പൊ എന്താ, നമ്മുടെ ആ പൈസ എങ്ങനെയാണോ നമ്മൾ ചെലവാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ഡിസൈൻ ചെയ്യാണ്, രൂപീകരിക്കുകയാണ്. പദ്ധതി നമ്മൾ രൂപീകരിക്കുന്നതിനെയാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അത് ഇനി ഒന്ന് വായിച്ചും കൂടി വെച്ചേക്കാം കേട്ടോ. ഡാഷ് ഇട്ട് ചോദിക്കുള്ളൂ, ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട. നമ്മൾ ഓരോന്ന് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ക്ലിയർ. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തിങ്കിങ്, അല്ലെ? ചിന്തിക്കുകയാണ്. ദ പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് ദ ആക്ടിവിറ്റി. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ആ ഒരു പൊതുവായ ലക്ഷ്യം, നമ്മൾ ഡിസൈഡ് ഗോൾ, നമ്മൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന പ്രക്രിയ പ്ലാനിങ്. ദ പ്രോസസ് ഓഫ് തിങ്കിങ് എഴുതിക്കൂടെ പ്ലാനിങ് എന്നുള്ളത്? ഓക്കെ, ആസൂത്രണം. ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർഡിനേറ്റ് ചെയ്യാണ് നമ്മൾ. Coordinating and allocating a firm's resource in order to execute this plan. ആ പ്ലാൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ആ സ്ഥാപനത്തിന്റെ റിസോഴ്സുകൾ എന്ത് ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നു. അത് അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുന്നു. അതാണ് ഓർഗനൈസിങ്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്തത് എന്താ? സ്റ്റാഫിംഗ് അറിയാലോ. ശരിയായ വർക്കേഴ്സിനെ കണ്ടെത്തുന്ന പ്രോസസ്സ്. ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മാനേജേഴ്സ് ഡയറക്റ്റ് ചെയ്യാണ്, ഗൈഡ് ചെയ്യാണ്, മേൽനോട്ട് വഹിക്കുകയാണ് ദ പെർഫോമൻസ് ഓഫ് ദ വർക്കേഴ്സ്. കോർഡിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഏകോപിപ്പിക്കുക എന്നൊരു മീനിങ് ആണ്. അത് യൂണിഫിക്കേഷൻ, ഇന്റഗ്രേഷൻ, സിൻക്രോണൈസേഷൻ, ഏകീകരണം, സമന്വയം, സംയോജനം. റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫോർമൽ സിസ്റ്റം ആണ്. എന്താ? മാനേജേഴ്സിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്ന ഒരു ഫോർമൽ സിസ്റ്റം റിപ്പോർട്ടിംഗ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആ പൈസ ഇനി നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അതേക്കുറിച്ച് ഒരു പദ്ധതി രൂപീകരിക്കുന്നു, ഡിസൈൻ ചെയ്യുന്നതാണ് ബഡ്ജറ്റിംഗ്. ഇപ്പൊ ഓക്കെ അല്ലേ? കുറച്ചെല്ലാം എടുത്തോളൂ. നമ്മള് 2 പേജ് എടുത്തിട്ടേ ഇല്ല. ജസ്റ്റ് നമ്മളൊന്ന് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോളൂ ഒന്നുകൂടിയൊക്കെ പറഞ്ഞ് ഓക്കെ ആണല്ലോ അല്ലെ? ഇനി ഇവിടെ പറഞ്ഞ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കിയാൽ കാര്യങ്ങൾ നമ്മളൊന്ന് വായിച്ചു വെച്ചേക്കാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിന്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളതൊക്കെ നോക്കി വെക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയിട്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് മാം ഇപ്പൊ ചെയ്തിട്ട് നിങ്ങളുടെ ഫസ്റ്റ് സെന്റൻസ് നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള പോലെ തന്നെ നോക്കിയാൽ മതി. എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ തന്നിട്ടില്ലേ? ഇതാ ഇവിടെ നാളെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഇല്ലേ? എന്നാൽ നിങ്ങൾ ഇൻഫർമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഇൻഫർമേഷൻ തരൂ കേട്ടോ. നാളെ ഇത് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളോട് ഡയറക്റ്റ് പറയാനുള്ള ഒരു ഇതില്ല. അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻ തന്നോളൂ. ക്ലാസ് റൂമിലേക്ക് ഇട്ട് തരൂ കേട്ടോ ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ.